ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വണ്ടി ഗാരേജ് 2.0 എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ വന്ന ഒരു ഷോർട്ട് കട്ടാണ് നമ്മുടെ പേളബെങ് ജംബി റൂട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ജയ്ഗുരു ജിന്നിൻ്റെ ലിവറി. ഇത് ചെയ്തിരിക്കുന്ന പാപ്പൻസ് ഗാരേജാണ്. ഒരു പെർഫെക്റ്റ് ലിവറിയാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിവറിയാണ്. അല്ല, ഇതുവരെ എനിക്ക് കളിച്ചതിൽ HD ലിവറിയാണ്. നല്ല പെർഫെക്ഷനുള്ള നല്ല അടിപൊളി ലിവറിയാണ്. ഞാൻ അതിൻ്റെ ലിങ്കിന് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട്, അതിനുശേഷമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഇൻഷോട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മളെ മാപ്പ് പറയുന്നത് വരെ പോവുക, കണ്ടിന്യൂ ചെയ്ത് പോവുക. നമുക്ക് ഇങ്ങനെ നിർത്താൻ ഇതിൻ്റെ ഇടയ്ക്കൊന്നല്ല, ഇത് നമ്മൾ ഈ ഒരു സീക്രട്ട് റൂട്ട് ഏകദേശം 90% ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ആക്ച്വലി മിക്കുള്ളവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വയൽ ഓഫ് റോഡ്, ഒരു സീക്രട്ട് റോഡാണ്. ഇടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. നമുക്ക് നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതൊരു സീക്രട്ട് ഓഫ് റോഡാണ്. ഒരു വയൽ കണക്ക് സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു പോകുന്ന റോഡാണ്. ഇത് ആക്ച്വലി എല്ലാവർക്കും അറിയാം. ഒരു പാലത്തിൽ കൂടിയാണ് അതിൻ്റെ എൻട്രി ഉള്ളത്. നല്ലൊരു വഴിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി 99% ഞാൻ പറയുന്നു, മിക്കുള്ളവർക്ക് ഇത് അറിയാം. ഇത് അറിയാത്തവർക്ക് വേണ്ടി കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സപ്പോർട്ടേഴ്സ് കുറച്ച് കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരിക, ലൈക്ക് ചെയ്യുക, എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിന് മറ്റൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെവിട്രോണിൻ്റെ ട്രാഫിക് മോഡിൻ്റെ റിലീസിങ് ഏകദേശം ആവാറായിട്ടുണ്ട്. 15-ാം തീയതിയായിരുന്നു പറഞ്ഞത്. എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ബ്രോയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ബ്രോ റിവ്യൂ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഉടനെ കാണും. റിലീസാവുന്നതിൻ്റെ അന്ന് തന്നെ എന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നമ്മുടെ റെവിട്രോണിൻ്റെ OBB ട്രാഫിക് മോഡിൻ്റെ റിവ്യൂ കാണും. അതോടൊപ്പം തന്നെ അതിൽ നമ്മുടെ റെവിട്രോണിൻ്റെ OBBയിൽ നമ്മുടെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ചാനലായ നമ്മുടെ വധവൻ ആഡൻസും എൻ്റെയും പങ്ക് അതിലുണ്ട്. ആ ബ്രോയാണ് കുറച്ച് വൈശാഖ എന്നാണ് ആ ബ്രോയുടെ പേര്. അപ്പോൾ ആ ബ്രോയാണ് അതിൽ കുറച്ച് ടെംപ്ലേറ്റ്സ് ഒക്കെ ചെയ്തതെന്ന് ഇന്നലെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത്, ഇത് ചെയ്തേക്കുന്ന പാപ്പൻസ് ഗാരേജാണ്. അവരുടെ ലിവറിയാണ്. അവരുടെ എല്ലാം HD ലിവറിയാണ്. നല്ല ക്വാളിറ്റി ലിവറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ലിവറീസാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ലോഡിംഗ് മാപ്പ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ലോഡിംഗ് മാപ്പിലാണ് നമ്മൾ സ്ഥലം എത്തുക. അപ്പം നമുക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന്. അതോടൊപ്പം തന്നെ ഈ ഒരു 2-3 ദിവസത്തിനകം തന്നെ നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ലിവറി സെറ്റാവും. നമ്മുടെ ഒഫീഷ്യൽ ലിവറി ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ആളുടെ പേര് സിദ്ധാർത്ഥ എന്നാണ്. ആൾ 10th പഠിക്കുകയാണ്. ആളുടെ സ്ഥലം ഫോർട്ട് കൊച്ചിയിലാണ്. ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ കയറുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്രോയുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രോ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുടെ പേര് സിദ്ധാർത്ഥ എന്നാണ്. അപ്പോൾ സിദ്ധാർത്ഥ് ബ്രോ ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ ജേണി ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ബ്രോ ഇന്ന് തരാമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എന്തോ ബിസി ആയതുകൊണ്ടാണ്. നാളെയോ മറ്റന്നാളോ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മളുടെ ജേണി കണ്ടിന്യൂ തന്നെ ചെയ്യാം. കയറി പോകുന്നതുകൊണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലം അടുത്ത 3rd ലോഡിംഗ് മാപ്പ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ലോഡിംഗ് മാപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലോഡിംഗ് മാപ്പിന് ശേഷം കാണാം. നമ്മുടെ ലോഡിംഗ് മാപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ആ വളവിറങ്ങണ മടിച്ചിനെ അപ്പോൾ ഇതുവഴി അങ്ങ് ചാടിപ്പോവുകയാണ്. ഓ ഷിറ്റ്, മരക്കാരുടെ ഇവിടെ കൊണ്ടുവച്ചാൽ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് ദൂരമുള്ള നമ്മൾ ഏകദേശം ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തരുമ്പോൾ ഒരു ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാം ഒരു വെള്ള കളർ. ഇത് ആക്ച്വലി 99% അറിയാമെന്ന് തോന്നുന്നു എല്ലാവർക്കും. അപ്പോൾ ഇത് ജിന്നിൻ്റെ ലേറിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. എന്താ ഇതാണ് ഒരു സ്ഥലം. ഇവിടെ ഒരു വൈറ്റ് ബോർഡുണ്ട്. ഇതാ റൈഡിലോട്ട് കാണുന്ന ഒരു പാലത്തിൻ്റെ അങ്ങോട്ടൊന്ന് കയറി പോവുക. ഇനി എങ്ങോട്ടും തിരിയേണ്ട ആവശ്യമില്ല, സ്ട്രെയിറ്റ് പോകാം. പിന്നെ ഈ ഒരു വഴിയിൽ എത്തണമെങ്കിൽ ഈ ഒരു പാലത്തിൻ്റെ അവിടെ നിന്ന് പോകണമെന്നും ഇല്ല, വേറെ വഴിയുണ്ട്. അതായത് നമ്മൾ നേരെ ജംഗ്ഷനിൽ ചെന്ന് നേരെയാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലോട്ട് താഴോട്ടുള്ള വഴിയെ പോയാൽ നമുക്ക് ഇതേപോലൊരു ഓഫ് റോഡ് വഴി എത്താം. അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി കൂടി നമ്മൾ നേരെ പോയാലും ഈ ഒരു വഴിയുടെ അവിടെ ചെന്ന് കയറാൻ പറ്റും. അപ്പോൾ എന്നാലും നമ്മൾ ആ വയലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ആ റോഡ് കാണുന്ന സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി പോവുക. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഓഫ് റോഡ് വഴി. എന്നിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് കയറാം. മറ്റേ റോഡ് കയറി വരാമെന്ന് വെച്ചാൽ നമ്മൾ കയറി വന്നതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ആ ഡയറക്ഷനിൽ നിന്ന് നമുക്ക് കയറി പോകാൻ പറ്റും. സൂപ്പർ ഓഫ് റോഡായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു മാർക്കറ്റ് കണക്കുള്ളൊരു പ്ലേസാണിത്. കണ്ടോ, മാർക്കറ്റ് കണക്കാണ്. രണ്ട് സൈഡും കുറേ കടകളും പിക്കപ്സും വാനൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ റിവേഴ്സിൽ നമുക്ക് പോകാം. ഓക്കെ, ഇത് ആക്ച്വലി 99% അറിയാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, അത് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. സപ്പോർട്ടേഴ്സ് കുറവാണ്, അപ്പോൾ സപ്പോർട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് നമ്മൾ ആ വന്ന വഴിക്കൂടി തിരിഞ്ഞ് പോവുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ തിരിഞ്ഞ് കയറിയതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കയറി പോവാച്ചാൽ നമ്മൾ വേറൊരു സ്ഥലത്തെത്തും. നമ്മൾ കയറിയതിൻ്റെ അപ്പുറത്ത് ആ ഒരു വഴി നേരെ കണ്ടിന്യൂ ചെയ്ത് എത്തുന്ന ആ ഒരു പോയിന്റിലെത്തും. നമ്മൾ ഈ വഴിയാണ് വരണമെങ്കിൽ പള്ളീൻ്റെ അവിടെ എത്തും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുക. അപ്പം തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.